കൊല്ലം കടക്കലിൽ മധ്യവയസ്കന്റെ കൈകാലുകൾ തല്ലിയൊടിച്ചു. വീടിന്റെ മുൻവശത്തെ കതക് വെട്ടിപ്പൊളിച്ചെത്തിയ അക്രമി സംഘം മുഖത്ത് മുളകുപൊടി എറിഞ്ഞ ശേഷമാണ് കമ്പി വടികൊണ്ട് ഇരു കാലുകളും കൈയും തല്ലിയൊടിച്ചത്. അക്രമത്തിന്റെ കാരണം വ്യക്തമല്ല. കടയ്ക്കൽ കൊച്ചാറ്റുപുറം കൊച്ചുവിള വീട്ടിൽ 52 വയസ്സുള്ള ജോയിയുടെ കാലുകളും കൈയുമാണ് കമ്പിവടി കൊണ്ട് മൂവർ സംഘം അടിച്ചൊടിച്ചത്. വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. 3 പേരടങ്ങുന്ന സംഘം വീടിന്റെ മുൻവശത്തെ വാതിൽ വെട്ടിപ്പൊളിച്ച് അകത്ത് കടന്നു. ഹാളിൽ TV കണ്ടുകൊണ്ട് കിടക്കുകയായിരുന്ന ജോയിയെ കമ്പിവടി കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. ഈ സമയം 85 വയസ്സുള്ള മാതാവ് മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. മാതാവ് മുറി തുറന്ന് പുറത്തു വന്നപ്പോഴേക്കും അക്രമികൾ കടന്നുകളഞ്ഞു. ചോരയിൽ കുളിച്ചു കടന്ന ജോയിയെ പോലീസ് എത്തി ആംബുലൻസ് വിളിച്ചു വരുത്തിയാണ് കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. പോലീസ് ജോയിയുടെ മൊഴി രേഖപ്പെടുത്തിയെങ്കിലും ആക്രമിച്ചവരെ അറിയില്ലെന്നാണ് ജോയി പോലീസിനോട് പറഞ്ഞത്. സംഭവ സ്ഥലത്തു നിന്നും വിരലടയാള വിദഗ്ധരും സയന്റിഫിക് ഉദ്യോഗസ്ഥരും തെളിവുകൾ ശേഖരിച്ചു. സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചും മർദ്ദനമേറ്റ ജോയിയുടെ മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ചും ബന്ധുക്കളുടെയും പ്രദേശവാസികളുടെയും മൊഴികൾ ശേഖരിച്ചും ആക്രമികളിലേക്ക് എത്താനുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് കടയ്ക്കൽ പോലീസ്. മർദ്ദനമേറ്റ ജോയി അവിവാഹിതനാണ്. ഏതാനും നാളുകൾക്ക് മുമ്പ് അമ്മയുമായുള്ള വഴക്കിനെ തുടർന്ന് ജോയിക്കെതിരെ മാതാവ് കടയ്ക്കൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. ന്യൂസ് മലയാളം, കൊല്ലം.